കാലേ വരത്തുള്ളൂ. മാത്തുക്കുട്ടിച്ചായന്റെ അല്ലേ സന്തതി. യഥാ പിതാ തഥാ പുത്ര. എന്തോന്ന് ഉവ്? തനിക്ക് എന്റെ അർത്ഥം അറിയാവൂ? അവന്റെ പ്രകടനം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അതൊക്കെ സഹിച്ചത് മനസ്സിൽ വേറെ ചില പ്ലാനുകൾ കണ്ടോണ്ടാ. അത് നിങ്ങൾക്കറിയില്ല. ഊഹിച്ചു, ഞാൻ ഊഹിച്ചു. എന്തോന്ന് ഊഹിച്ചു? വെറുതെ ആർക്കും ഊഹിക്കാമല്ലോ. ഇവൻ ഇത് എവിടെ നിന്നുണ്ടാക്കി ഇത്രയും കാശ്? ഇങ്ങനെയുണ്ടോ ഒരു മലഞ്ചരക്ക് വ്യാപാരം? നമ്മളും കണ്ടിട്ടുണ്ടല്ലോ മലഞ്ചരക്കുകാരെ. ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ല പലർക്കും. മഹാന്മാരുടെ പണത്തിന്റെ ഉറവിടമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലടോ. നാണം കെട്ടും പണം നേടിക്കൊണ്ട നാണക്കേടാ പണം തീർത്തിടും. അത് തന്നെ. ഇപ്പൊ അവന്റെ കയ്യില് ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അവനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുത്തണം. പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം കൊടുക്കണം. പെട്ടെന്ന് കേട്ടാൽ അവനും അട്രാക്റ്റഡ് ആവുന്ന ഒരു സ്ഥാനം. അത് ബുദ്ധി. എന്തോന്ന് ബുദ്ധിന്നാ താനീ പറയുന്നേ? ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ച പോലെ ആവും. മടിയിൽ വെക്കുന്നതേ പല്ല് പറിച്ച് കളഞ്ഞേച്ച് വെക്കണം. അല്ല, ആര് പറിക്കും? ആര് പറിക്കും? ആര് പറിക്കും? ആര് പറിക്കണം? നിർത്തണം. നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്നുണ്ട്. വിളിക്കടോ മുദ്രാവാക്യം. വരുന്ന ആളുടെ പേരെന്താ സാർ? ബേബി മാത്യു. ബേബി മാത്യു സിന്ദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്. കർഷക പാർട്ടി സിന്ദാബാദ്. കർഷക പാർട്ടി സിന്ദാബാദ്. യുവജന കർഷക നേതാവേ. യുവജന കർഷക നേതാവേ. ധീരതയോടെ നയിച്ചോളൂ. ധീരതയോടെ നയിച്ചോളൂ. ബേബി മാത്യു സിന്ദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്. കർഷക പാർട്ടി സിന്ദാബാദ്. കർഷക പാർട്ടി സിന്ദാബാദ്. നേതാവേ. യുവജന കർഷക നേതാവേ. ധീരതയോടെ നയിച്ചോളൂ. ധീരതയോടെ നയിച്ചോളൂ. ബേബി മാത്യു സിന്ദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്. കർഷക പാർട്ടി സിന്ദാബാദ്. കർഷക പാർട്ടി സിന്ദാബാദ്. കർഷക സുഹൃത്തുക്കളെ, കാര്യപരിപാടിയിലെ ആദ്യത്തെ ഇനം ഹാരാർപ്പണമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ എം തോമസ് ശ്രീ ബേബി മാത്യുവിനെ ആദ്യമായി ഹാരമണിയിക്കുന്നതാണ്. രണ്ടാമതായി നമ്മുടെ പാർട്ടിയിലെ തലമൂത്ത നേതാവായ ശ്രീ ടി സി ചാക്കോച്ചൻ. മൂന്നാമതായി സ്ഥലത്തെ പൗരമുഖ്യനും പ്രമുഖ തടി വ്യവസായിയും ഓൾ കേരള ടിംബർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഏകോപന സമിതിയുടെ അനിഷേധ്യ പ്രസിഡന്റുമായ ശ്രീ കറിയാച്ചൻ. ഇനി പാർട്ടിയുടെ സജീവ പ്രവർത്തകനും ജീവനാഡിയും തികഞ്ഞ ആദർശവാദിയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പി എയുമായ ശ്രീ പി പി വക്കച്ചൻ. അത് ഞാനാണ്. ആ മുല്ലപ്പ് മലയിങ്ങെടുക്ക. ഇനി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ തുടരെയുള്ള നിർബന്ധത്തെ മാനിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാമെന്ന് സമ്മതിച്ച ശ്രീ ബേബി മാത്യുവിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സ്ഥാപക നേതാവും മുൻ മന്ത്രിയുമായിരുന്ന പരേതനായ ശ്രീ ജോൺ മാത്യുവിനോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്ത് വന്നു ചേർന്നിരിക്കുന്ന വളരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് ശ്രീ ബേബി മാത്യൂസ്. അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മുടെ യുവജന സംഘടനയെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നാളെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രി പോലുമോ ആയാൽ തന്നെ നാം അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ശ്രീ ബേബി മാത്യുവിനെ ഞാൻ ക്ഷണിക്കാം. പ്രിയപ്പെട്ട യൂത്ത് കർഷക പാർട്ടി പ്രവർത്തകരെ, വികാരം വീർപ്പുമുട്ടി നിൽക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല സംസാരിക്കാൻ. മന്ത്രി തോമസും ഞാനും തമ്മിൽ അല്പസ്വല്പം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതെല്ലാം മറന്നുകൊണ്ടും മൺമറഞ്ഞ എന്റെ പിതാവിനെ സ്മരിച്ചുകൊണ്ടും ഇവിടെ ഇപ്പോൾ കാണിച്ച ഈ പ്രകടനങ്ങൾക്ക്
അതായത് സ്നേഹപ്രകടനങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തോടും കർഷക പാർട്ടിയോടും എന്നൊന്നും കടപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീമാൻ തോമസിനെ പോലെയുള്ള മഹത് വ്യക്തികളോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് എനിക്ക് കിട്ടിയ ഈ അവസരം ഞാൻ ശരിക്കും പ്രയോജനപ്പെടുത്തും എന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി ഫണ്ടിലേക്ക് എന്റെ ഒരു എളിയ സംഭാവന 5 ലക്ഷം രൂപ ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ബേബിച്ചന്റെ ഈ പോക്ക് എങ്ങോട്ടാ? അച്ഛൻ മരിച്ചപ്പോ പ്രകൃതിയും കവിതയും മറന്നതെനിക്ക് മനസ്സിലാവും. പിന്നെ വലിയ ഏലം എക്സ്പോർട്ടർ ആയപ്പോ തന്റെ ആത്മാവെന്നൊരിക്കൽ വിശേഷിപ്പിച്ച് സംഘടനയിൽ പ്രവർത്തിക്കാൻ നേരമില്ലാതായതും മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോ ഈ നെറികെട്ട രാഷ്ട്രീയം, അതും കൊള്ളരുതാത്തവനെന്ന് ബേബിച്ചൻ തന്നെ പറയാറുള്ള ആ തോമസിന്റെ കൂടെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, ആർക്കും ഇപ്പൊ മനസ്സിലാകുകയില്ല. ഇപ്പറഞ്ഞതൊരു ഉത്തരമല്ല, കാപ്പട്ടെ നിറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരന്റെ പൊളിവാക്കാണ്. കഥയറിയാതെ കഥാപാത്രത്തെ വെറുക്കുന്നു. അതാ ഉഷ ഇപ്പൊ ചെയ്യുന്നേ. പ്രകൃതിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി നീ നടത്തിയ എത്ര ജാഥകൾ, ധർണകൾ, സത്യാഗ്രഹങ്ങൾ. വാട്ട് ഈസ് നെറ്റ് റിസൾട്ട്? നത്തിങ്. നമ്മുടെ തത്വസംഹിതകളെ കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന, അത് നടപ്പിൽ വരുത്താൻ അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ആരെങ്കിലും ഭരണ സംവിധാനത്തിൽ വരാതെ ഉഷയുടെയും എന്റെയും മനസ്സിലെ ആദർശങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുമെന്ന് ഉഷയ്ക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതിന് മറ്റു മാർഗങ്ങളില്ലേ ആവശ്യം? ശത്രുപാളയത്തിൽ കടന്നു ചെന്ന് സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ഒരു എളിയ ശ്രമം, എളിയ ബുദ്ധി. ചിലപ്പോൾ ശരിയാകാൻ തെറ്റാകാം, എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിന് ഈ നെറികെട്ട രാഷ്ട്രീയം ഒരു മാർഗം മാത്രമാണ്, ലക്ഷ്യമല്ല. എന്തൊക്കെയാണ് ബേബിച്ചന്റെ ലക്ഷ്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ബേബിച്ചിനെ ആർക്കും മനസ്സിലാവില്ലെന്ന്, ഉഷയ്ക്ക് പോലും. എന്തായാലും ഉഷയ്ക്ക് ഒന്നും ഉറപ്പിക്കാം, പഴയ ബേബിച്ചൻ മുഴുവനായിട്ടൊന്നും മരിച്ചിട്ടില്ലെന്ന്. എല്ലാം സാവകാശം മനസ്സിലായിക്കോളും. വേണ്ട, എന്റെ ബേബി കുഞ്ഞെ, മാത്തുക്കുട്ടി ചായൻ, ബേബി കുഞ്ഞിന്റെ അപ്പൻ ഒരു മഹാമനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനിട്ട് പാര പണിഞ്ഞ എരപ്പാളിയാണ് ആ തോമാച്ചൻ. അടുത്ത് തന്നെ അവൻ താഴെ കിടന്ന് പിടപെടാന്ന് പിടയ്ക്കുന്നത് നമുക്ക് കാണാം. സത്യത്തിൽ വക്കച്ചന്റെ പ്രവർത്തനത്തിന്റെയും പ്രചരണത്തിന്റെയും ശക്തി കൊണ്ടല്ലേ തോമാച്ചൻ മന്ത്രിയായത്, അല്ലേ മൂപ്പ? പിന്നെ അറിയാവേ, ബേബി കുഞ്ഞിന് അറിയാവേ. അയ്യടാ, ബേബി കുഞ്ഞിന് മാത്രമോ? ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമല്ലയോ വക്കച്ച? അങ്ങനെ പറ വക്കച്ച. വക്കച്ചൻ വിചാരിച്ച പാർട്ടിയിൽ ആരൊക്കെ മറിയും, അതാ നമുക്ക് പറയേണ്ടത്. ആ ചാക്കോച്ചൻ, പെരിച്ചാഴി ചാക്കോച്ചനൊഴികെ ബാക്കി എല്ലാരും പറയും. ഈ ഞാനടക്കം, ഈ വക്കച്ചനടക്കം. പക്ഷേ കുറച്ച് ചിക്കിലീസ് എറിയണം. ഇതൊരു അഡ്വാൻസ് മാത്രമാണ്. ഇനി തോമാച്ചന്റെ മന്ത്രി കസേര മറിച്ചിട്ട് കാണിക്കണോ? അതോ ഈ വക്കച്ചൻ വ്യാപിച്ച മതി മതി. എന്ത് മതി മതി മതി? ഒഴികെ ഒഴികെ വക്കച്ചൻ അത് സ്നേഹം. ഒഴികെ മൂപ്പ, ഒഴികെ. ബേബി കുഞ്ഞിന് മന്ത്രിയാകണോ? തോമാച്ചനെ മറിച്ചിട്ട് വനമാകണോ? വനം വകുപ്പ്. അതും പോട്ടെ. ഈ പാർട്ടി കുളം തോണ്ടണോ? ഈ ഞാനൊന്ന് മൂളിയാ മതി. ഈ വക്കച്ചൻസ് എത്ര കുളംസ് കണ്ടിരിക്കുന്നു, എത്ര കുളംസ് ഈ വക്കച്ചൻസ് കണ്ടിരിക്കുന്നു. ഈ പാർട്ടി സമ്മേളനം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കാണിച്ചു തരാം. അല്ല വക്കച്ച, പാർട്ടി സമ്മേളനം കഴിയുന്നവരെ കാത്തിരിക്കണോ? വേണം. അതൊരു പാർട്ടി ഗുട്ടൻസാ. ഗുട്ടൻസ് അങ്ങോട്ട് തെളിയിച്ചു പറ. താൻ ഇതിന്റെ ഇടയിൽ വലിഞ്ഞു കയറണ്ട. ഇത് ഞാനും ബേബി കുഞ്ഞും തമ്മിലുള്ള ഡീലിങ്സാ. എന്റെ ബേബി കുഞ്ഞെ, ഈ പാർട്ടി സമ്മേളനം എന്നൊക്കെ പറയുന്ന വെറും പടമല്ലയോ? തോമാച്ചനും കറിയാച്ചനും വീണ്ടും ഒരു കള്ളക്കളി കളിക്കാനുള്ള ഏർപ്പാട്. വളച്ചൊടിക്കാതെ ഒന്ന് തെളിച്ചു പറയണ്ട വക്കച്ച. തെളിച്ചു പറയാം.
പറയണം. ഓഹോ, എപ്പോ? ഐ സി. ഒന്നിറങ്ങി വരണം. നമസ്കാരം സാർ. പാർട്ടി സമ്മേളനത്തിന് പോവാ. ഇപ്പൊ തന്നെ ലേറ്റായി. ഇനി കുറച്ചുകൂടി ലേറ്റ് ആവും. ഇതെല്ലാം പരിശോധിച്ചിട്ട് വിടും. സാർ, സമ്മേളനത്തിന്റെ മറവിൽ ഇതാണ് പരിപാടി അല്ലേ? ചന്ദനം കടത്തൽ. യു ആർ അണ്ടർ അറസ്റ്റ്. ഒരു രഹസ്യം പറയാനുണ്ട്. എന്താ, കൈക്കുള്ളിടാനാണോ? കൊടുത്തു പഴകിയതായിരിക്കും, പക്ഷെ എന്റെ അടുത്ത് ഇറങ്ങില്ല. ജീവിക്കാതെ ദയവായി എന്നെ കൊണ്ടുപോകരുത്. ഞാൻ മന്ത്രിയുടെ ആളാ. മന്ത്രി തോമാച്ചന്റെ. എന്റെ പേര് കറിയാച്ചൻ. വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കാം. മന്ത്രി തോമാച്ചന്റെ അല്ല, എന്റെ അപ്പച്ചന്റെ ആളാന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വിടില്ല. കുറച്ച് കാലമായി തന്നെ ഞാൻ നോട്ടം വിടുന്നു. ഇവാനുള്ളവരെ പിടിച്ച് ജീവിക്കട്ടെ. എല്ലാം ഏർപ്പാട് ചെയ്തിട്ടില്ലേ? സാറ് നോക്കണം. വിളിക്കടോ. ബേബി മാത്യു സിന്ദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്. 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 മന്ത്രി തോമസ് മുർദാബാദ്. പാർട്ടി നേതാക്കളെ, യുവചേതനകളെ, നമ്മുടെ പാർട്ടി ഗുരുതരമായ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന കളങ്കം കഴുകിക്കളയണോ കഴുകാതെ കളയണോ എന്നതിനെ പറ്റി യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീമാൻ ബേബി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബേബിനെ. സുഹൃത്തുക്കളെ, എനിക്കിതെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. എന്റെ അപ്പൻ തറവാട് പണയം വെച്ച് കെട്ടി ഉയർത്തിയ പാർട്ടിയാണിത്. ഇതിനിപ്പോ ജനപിന്തുണയുണ്ട്, സൽപ്പേരുണ്ട്. അത് കളഞ്ഞു കുളിക്കരുത്, പാർട്ടിയെ നശിപ്പിക്കരുത്. ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഞാൻ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് പറയാൻ എവിടെ തെളിവുകൾ? എനിക്കെതിരെ ആരോ നടത്തുന്ന കുപ്രചരണം മാത്രമാണിത്. ഒരുതരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എന്നെ രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എന്തിനു ബലിയാടാവണം? ബലിയാടികളെ ഇതിനു മുമ്പും രാഷ്ട്രീയമായിട്ട് മുതലെടുത്തിട്ടുണ്ട്. ചിലരെ പ്രത്യേകിച്ച് രക്തസാക്ഷികളാക്കിയ ചരിത്രമുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ പ്രധാനം. ഇന്ന് പ്രധാനം ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ സൽപ്പേരിനേറ്റ കളങ്കമാണ്. എനിക്ക് മന്ത്രിയാകാൻ യാതൊരു താല്പര്യവുമില്ല. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ മന്ത്രിയായാൽ ദേവയ്യൻ എന്ന സാമൂഹ്യ ദ്രോഹിയെ പിടിച്ചുകെട്ടി നിങ്ങളുടെ മുമ്പിലിട്ട് ഒപ്പം അവന്റെ പങ്കുകാരായ ചില രാഷ്ട്രീയ പ്രമുഖരെ. എങ്കിൽ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. മന്ത്രി തോമസ് രാജിവെക്കണം. ബേബിയെ മന്ത്രിയാക്കണം. ബേബി മന്ത്രിയാക്കണം.